നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ പ്രഗ്നൻസി ജേണിയിൽ ഞാൻ കഴിക്കുന്ന ഗുളികകളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫോളിക് ആസിഡും ഉണ്ട്, അതുപോലെ തന്നെ അബോഷനാവാതിരിക്കാനുള്ള ഗുളികകളുണ്ട്, നമ്മുടെ ഛർദ്ദിക്കുള്ള ഗുളികയുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളിൻ്റെ ഗുളികയുണ്ട്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല. ചെറുപ്പം മുതൽ തന്നെ ഗുളികകളോട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഇത് തൊണ്ടയിൽ കുരുങ്ങി ഞാൻ മരിക്കുന്നുള്ളതാണ് ചെറുപ്പം മുതലുള്ള എൻ്റെ ധാരണ. ഇപ്പോഴും ആ ഒരു ധാരണ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോഴും ഒരു പാരസെറ്റാമോൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാനതിനെ 4 പീസാക്കിയിട്ട് വേണം ഞാനതിന് കഴിക്കാനായിട്ട്. എന്നാൽ അത് മര്യാദയ്ക്ക് കഴിക്കുമോ? അതുമില്ല. ഒന്നില്ലെങ്കിൽ അതിനെ ഛർദ്ദിച്ച് കളയും, അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി അത് അടച്ച് വേറെ എന്തെങ്കിലും വേദനയിൽ കൊണ്ടെത്തിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചെറിയൊരു ഫോളിക് ആസിഡിൻ്റെ ഗുളികയാണ് കേട്ടോ. അത് കഴിക്കാതിരിക്കാനുള്ള ഈ തത്രപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു ഗുളിക കഴിക്കാൻ മിനിമം എനിക്കൊരു 15 മിനിറ്റെങ്കിലും എനിക്ക് വേണം, ഒരു ചെറിയൊരു ഗുളികയാണെങ്കിൽ. പക്ഷേ അതേസമയം ഇഞ്ചക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പുല്ല് പോലൊക്കെ പോയി എടുത്തിട്ട് വരും കേട്ടോ. കാരണം 4 തവണ 5 തവണ നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും കുത്തിക്കുമെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഇഞ്ചക്ഷനോട് എനിക്ക് പേടിയില്ല. അതുപോലെ തന്നെയാണ് ഈ കുപ്പിമരുന്നുകൾ കേട്ടോ. അതിനോടും എനിക്ക് ഒരു തരത്തിലുള്ള പേടിയില്ല. ഞാൻ എത്ര തവണ വേണമെങ്കിലും ഞാനത് കുടിക്കും. ഓരോ തവണ എൻ്റെ ഈ കാണിക്കൽ കാണുമ്പോഴും എൻ്റെ ഭർത്താവ് എന്നോട് പറയാറുണ്ട്, ഗുളിക തൊണ്ടയിൽ കുരുങ്ങിയിട്ടൊന്നും ഇന്നേ വരെ ആരും മരിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മരുന്ന് കഴിക്കണ്ടേ എന്നുള്ളത്. അല്ലാതെ പ്രസവത്തിനെക്കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ബോധേഡായിരുന്നില്ല. എൻ്റെ ആകെ ടെൻഷൻ എന്ന് പറയുന്നത് മരുന്ന് കഴിക്കണ്ടേ എന്നുള്ളതായിരുന്നു കേട്ടോ. ആ ഗുളികയെ വായിൽ തന്നെ നിർത്തി അവസാനം അത് അലിഞ്ഞ് അതിൻ്റെ ഒരു മണം വന്ന് ഇനി ഛർദ്ദിക്കാനുള്ളൊരു കാണിച്ചു കൂട്ടലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തോ ഇന്ന് സക്സസ്ഫുള്ളി ഞാനതിനൊരു വിധത്തിലങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ട്.